6 തരത്തിലുള്ള ശാഖങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പത്രം, പുഷ്പം, ഫലം, കാണ്ഡം, പിന്നെ മൂലം, സ്വേദജം. ഇങ്ങനെ 6 തരത്തിലാണ്. ഇലകൾ, പൂക്കൾ, അതുപോലെ പഴങ്ങൾ, പിന്നെ കാണ്ഡം, അതായത് വൃക്ഷത്തിൻ്റെ തടി, അതായത് ഇപ്പോൾ നമ്മൾ ചേനത്തണ്ട്, അതുപോലെ ചീരയുടെ തണ്ടൊക്കെ നമ്മൾ കഴിക്കും, അതൊക്കെ തന്നെ കാണ്ഡമാണ്. പിന്നെ മൂലം എന്ന് വെച്ചാൽ വേര്, കിഴങ്ങുകൾ. പിന്നെ സ്വേദജം, വൃക്ഷങ്ങളുടെ ശരീരത്തിൽ വളർന്നു വരുന്നതായ കൂണ് മുതലായിട്ടുള്ള സസ്യങ്ങൾ. ഇത് ഉത്തരോത്തരമായിട്ട് ആദ്യം പറഞ്ഞത് ഏറ്റവും ലഘുവായിട്ടുള്ളത് പത്രം, ഇലകൾ ഏറ്റവും ദഹനത്തിന് സുഖമുള്ളതും, ഉത്തരോത്തരം ഈ പറഞ്ഞ ക്രമമനുസരിച്ച് അതിൻ്റെ ഗുരുത്വം കൂടി വരികയും ദഹിക്കാൻ പ്രയാസമായിരിക്കുകയും ചെയ്യും എന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഏതായാലും ഈ ശാഖത്തെ ഭുജിക്കുക, ശാഖം പാകം ചെയ്തിട്ട് അതിനെ വേവിച്ച് കഴിക്കുക. പച്ചയായിട്ട് കഴിച്ചാൽ അത് അത്യധികം ഗുരുതരമാണ് എന്നാണ് പറയുന്നത്. അത് ദഹിക്കാതിരിക്കുകയും നമുക്ക് ശരീരത്തിൽ പല രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും ദിവസത്തിൻ്റെ പകലിൻ്റെ 8-ാം ഭാഗത്തിലോ 12-ാം ഭാഗത്തിലോ ശാഖം പാകം ചെയ്ത് ഭുജിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ വേറെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. പരാന്നം കഴിക്കാതിരിക്കുക, മറ്റുള്ളവർ ദാനം ചെയ്തതോ മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് യാചിച്ചിട്ട് കിട്ടുന്നതോ കഴിക്കാതിരിക്കുക എന്ന് പറയുന്നതും സുഖമാണ്. പിന്നെ അതിഥിക്ക് ഭക്ഷണം നൽകിയിട്ട് അതിൻ്റെ ശിഷ്ടം, അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഭുജിക്കുക എന്നുള്ളതും ഒരു ചിരഞ്ജീവിക്ക് സുഖമുള്ള കാര്യമാണ്.